ഹായ് എവരിവൺ, വെൽക്കം ടു ഇലാൻസ് ട്യൂഷൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്സിഡറി ബുക്കാണ്. ദാറ്റ് ഈസ് പെറ്റി ക്യാഷ് ബുക്ക്. ഓക്കെ, എന്താണ് പെറ്റി ക്യാഷ് ബുക്ക് എന്നും അതിലെ നമ്മൾ ഫോളോ ചെയ്ത ഒരു സിസ്റ്റം ഉണ്ട്, ഇംപ്രസ്ഡ് സിസ്റ്റം, അതെന്താണെന്നും ഒരു പെറ്റി ക്യാഷ് ബുക്ക് നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, സോ വാട്ട് ഈസ് പെറ്റി ക്യാഷ് ബുക്ക്? So petty cash book is a book that is maintained to record all small payments in an organization. നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ള ചെറിയ ചെറിയ പേയ്മെൻറ്റുകൾ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്യാഷ് ബുക്കാണ് എന്ത്, പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം, ചെറിയ ചെറിയ പേയ്മെൻറ്റുകൾ നമ്മുടെ മെയിൻ ക്യാഷ് ബുക്കിലേക്ക് കൊണ്ടുവരുന്നത് കുറേ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ പേയ്മെൻറ്റുകൾ, ചെറിയ ട്രാവൽ എക്സ്പെൻസുകൾ, പ്രിൻറ്റിങ്ങിൻ്റെ ചാർജുകൾ, സ്റ്റേഷനറി പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സ്പെൻസുകൾ നമ്മൾ എന്ത് ചെയ്യും, പെറ്റി ക്യാഷ് ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യും. സോ പെറ്റി ക്യാഷ് ബുക്ക് ഈസ് എ ബുക്ക് യൂസ്ഡ് ടു റെക്കോർഡ് സ്മോൾ ക്യാഷ് പേയ്മെൻറ്റ്സ്. ഓക്കെ, നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു സിസ്റ്റം ഫോളോ ചെയ്യാറുണ്ട്. ദാറ്റ് സിസ്റ്റം ഈസ് നോൺ ആസ് ഇംപ്രസ്ഡ് സിസ്റ്റം. എന്താണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് നോക്കാം നമുക്ക്. സോ അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം എ ഫിക്സഡ് എമൗണ്ട് ഈസ് ഗിവൺ ടു ദ പെറ്റി ക്യാഷ്യർ അറ്റ് ദ ബിഗിനിങ് ഓഫ് സെർട്ടൻ പീരീഡ്. നമ്മൾ ഇംപ്രസ്ഡ് സിസ്റ്റത്തിനകത്ത് ഒരു ഫിക്സഡ് എമൗണ്ട്, ഫോർ എക്സാമ്പിൾ 1000 രൂപയാണെന്ന് വിചാരിക്കുക. 1000 രൂപ നമ്മൾ എന്ത് ചെയ്യും, മെയിൻ ക്യാഷ്യർ അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യും, നമ്മുടെ പെറ്റി ക്യാഷ്യർക്ക്, ആ ക്ലർക്കിന് എന്ത് ചെയ്യും, പെറ്റി ക്യാഷ്യർക്ക് ഹാൻഡ് ഓവർ ചെയ്യും ഒരു സെർട്ടൻ എമൗണ്ട്. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ 1000 രൂപ എടുത്തിട്ടുണ്ട്, 1000 റുപ്പീസ് മെയിൻ ക്യാഷ്യർ എന്ത് ചെയ്യുന്നു, പെറ്റി ക്യാഷ്യർക്ക് കൊടുക്കുന്നു. ഈ 1000 രൂപയിൽ നിന്നുകൊണ്ട് ആ ഒരു പീരീഡിലുള്ള 2 ആഴ്ചയാവാം അല്ലെങ്കിൽ ഒരു മാസമാവാം, ആ ഒരു പീരീഡിലുള്ള ചെറിയ ചെറിയ പേയ്മെൻ്റ് എല്ലാം ഈ 1000 രൂപ കൊണ്ട് പെറ്റി ക്യാഷ്യർ എന്ത് ചെയ്യും, ആ പൈസ കൊണ്ട് ചെയ്യും. ഓക്കെ, ചെറിയ ചെറിയ പേയ്മെൻ്റ് ഒക്കെ ഈ ഒരു പൈസ കൊണ്ട് ചെയ്യുന്നു. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് പീരീഡ്, ആ പീരീഡ് അവസാനിക്കുമ്പോൾ, ഇപ്പോൾ ഒരു മന്ത് ആണെങ്കിൽ മന്ത് അവസാനിക്കുമ്പോൾ പെറ്റി ക്യാഷ്യർ ഇതിൻ്റെ കണക്ക് കൃത്യമായിട്ട് ആരേൽപ്പിക്കും, മെയിൻ ക്യാഷ്യറിന് തിരിച്ചേൽപ്പിക്കും. എൻ്റെ കയ്യിൽ നിന്ന് 800 രൂപ ചിലവായിട്ടുണ്ട്, ഇന്നെന്ന കാര്യങ്ങൾക്കാണ് ചിലവായത്. ഓക്കെ, 800 രൂപ ചിലവായിട്ടുണ്ട്. അപ്പം 800 രൂപ ചിലവായി ബാലൻസ് ആയിട്ട് എത്ര രൂപ ഉണ്ടാവില്ല, 200 രൂപ ഉണ്ടാവും അല്ലേ പെറ്റി ക്യാഷ്യറുടെ കയ്യിൽ. അപ്പോൾ നമ്മുടെ മെയിൻ ക്യാഷ്യർ എന്ത് ചെയ്യും, നെക്സ്റ്റ് പീരീഡിൻ്റെ തുടക്കത്തിൽ ആ ചിലവായ തുക, അതായത് 800 രൂപ ചിലവായിട്ടുണ്ടല്ലോ, ആ തുക റീഎംബേഴ്സ് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, പെറ്റി ക്യാഷ്യറിന് കൊടുക്കും. അങ്ങനെ പെറ്റി ക്യാഷ്യറിൻ്റെ കയ്യിലേക്ക് വീണ്ടും 800 കൂടെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വീണ്ടും അത് 1000 റുപ്പീസിലേക്ക് വരും. ഓക്കെ, ഇതാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ കൊടുക്കുന്ന എമൗണ്ട്, അതായത് മെയിൻ ക്യാഷ്യർ പെറ്റി ക്യാഷ്യറിന് ഓരോ പീരീഡിൻ്റെയും തുടക്കത്തിൽ കൊടുക്കുന്ന എമൗണ്ട്, ആ ഒരു 1000 രൂപ, ഇതിനാണ് നമ്മൾ ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് വിളിക്കുന്നത്, ഇംപ്രസ്ഡ് എമൗണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പീരീഡിൻ്റെ തുടക്കത്തിൽ എത്രയാണോ ചിലവായ പൈസ മാത്രം മെയിൻ ക്യാഷ്യർ കൊടുത്താൽ മതി. അപ്പോൾ അത് വീണ്ടും 1000 ആയിട്ട് മാറും അല്ലേ. 800 ചിലവായാൽ 800 രൂപ കൊടുത്താൽ മതി. 700 ചിലവായിട്ടുള്ളെങ്കിൽ 700 കൊടുക്കും. അപ്പം ബാക്കി 300 അയാളുടെ കയ്യിലുണ്ട്, അപ്പോൾ അത് വീണ്ടും 1000 ആയിട്ട് മാറും. ഇതാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. ഈ സിസ്റ്റം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അണ്ടർ ഇംപ്രസ്ഡ് സിസ്റ്റം എ ഫിക്സഡ് എമൗണ്ട് ഈസ് ഗിവൺ ടു ദ പെറ്റി ക്യാഷ്യർ അറ്റ് ദ ബിഗിനിങ് ഓഫ് സെർട്ടൻ പീരീഡ്. ദ പെറ്റി ക്യാഷ്യർ ഗോസ് ഓൺ മേക്കിംഗ് ഓൾ സ്മോൾ ക്യാഷ് പേയ്മെൻറ്റ്സ്. അത് വെച്ച് പേയ്മെൻ്റ് എല്ലാം നടത്തും. ഔട്ട് ഓഫ് ദിസ് ഇംപ്രസ്ഡ് എമൗണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ പീരീഡ് ഹി ഗെറ്റ്സ് റീഎംബേഴ്സ്മെൻറ്റ്, തിരിച്ചു കിട്ടുന്നു ദി എമൗണ്ട് സ്പെൻഡ് ഫ്രം ദ മെയിൻ ക്യാഷ്യർ. അയാൾ സ്പെൻഡ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടുന്നു. ഓക്കെ, ഇതാണ് ഇംപ്രസ്ഡ് സിസ്റ്റം. ഇത് ഓർത്ത് വെക്കുക. പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇംപ്രസ്ഡ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്. ഓക്കെ, നൗ നമുക്കൊരു പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്? എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ ചോദിക്കാറുണ്ട്. പ്രിപ്പറേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, so prepare a petty cash book for the following transaction during the month of 1st January 2020. ജാനുവരി മന്തിലുള്ള പെറ്റി ക്യാഷ് ബുക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് വിത്ത് എ വീക്ക്ലി ഇംപ്രസ് സിസ്റ്റം ഓഫ് ₹500. ഓക്കെ, എന്തായാലും നമുക്ക് ടോട്ടൽ മന്ത് ഇവിടെ വരുന്നില്ല, ഒരു വീക്ക്ലി ഇംപ്രസ് സിസ്റ്റമാണ്. 500 രൂപയാണ് ഇംപ്രസ്ഡ് എമൗണ്ട് വരുന്നത് കേട്ടോ. 500 രൂപയാണ് ഇംപ്രസ്ഡ് എമൗണ്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാഷ്യറുടെ കയ്യിൽ നിന്ന് നമുക്ക്
എല്ലാ ആഴ്ചയും തുടക്കത്തിൽ എത്ര രൂപ കിട്ടും? 500 രൂപ കിട്ടും. ഓക്കെ, പിന്നീട് നമ്മൾ ചിലവാക്കുന്ന എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുകയുള്ളൂ. ഓക്കെ, 500 രൂപയാണ് നമ്മുടെ ഇംപ്രസ്ഡ് എമൗണ്ട്. എന്തെല്ലാമാണ് നമ്മൾ ആ ഒരു പീരീഡിൽ, ആ ഒരു വീക്കിൽ നമ്മൾ നടത്തിയിട്ടുള്ള ചെറിയ പേയ്മെൻറ്റ് നോക്കാം. പെയ്ഡ് ഫോർ ക്യാരേജിന് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. STD ചാർജ് ഉണ്ടായിട്ടുണ്ട്. DTP ചാർജ് വന്നിട്ടുണ്ട്, പ്രിൻറ്റിങ് ചാർജാണ്. പ്രിൻറ്റിങ് എക്സ്പെൻസുകൾ വേറെ വന്നിട്ടുണ്ട്. അതേപോലെ പോസ്റ്റേജ് വന്നിട്ടുണ്ട്. ദെൻ പെൻസിൽ പോലുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ടാക്സി ഫെയർ വന്നിട്ടുണ്ട്. ടിപ്സ് ടു പ്യൂണിന് നമ്മൾ ടിപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ചാരിറ്റി കൊടുത്തിട്ടുണ്ട് 10 രൂപ. ഓക്കെ, ഇതെല്ലാം ചെറിയ പേയ്മെൻ്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പെറ്റി ക്യാഷ് ബുക്കിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്നത് ഒരു അനലിറ്റിക്കൽ പെറ്റി ക്യാഷ് ബുക്കാണ്. ഇവിടെ നമ്മൾ ഒരു അനാലിസിസ് നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് ഏതിലേക്കാണ് പണം നമ്മൾ ചിലവാക്കിയിട്ടുള്ളത് അതിനുവേണ്ടി നമ്മളിതിനെ ഗ്രൂപ്പാക്കി വെക്കാറുണ്ട്. കോമൺലി നമ്മൾ വെക്കുന്ന ഗ്രൂപ്പുകൾ, സാധാരണ വെക്കുന്ന ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ആണ്. നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റിയ ഒരു ഗ്രൂപ്പാണ് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി. അപ്പോൾ നമുക്ക് ഈ ചെറിയ ചിലവുകളിൽ ഏതെല്ലാം പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ പോസ്റ്റേജ് ആൻഡ് ടെലഫോൺ മറ്റൊരു ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, മറ്റൊരു കാറ്റഗറി വെക്കാം. പോസ്റ്റേജ് ആൻഡ് ടെലഫോൺ നോർമലി വെക്കുന്ന ഗ്രൂപ്പ്സാണ് ഞാൻ പറയുന്നത്, പോസ്റ്റേജ് ആൻഡ് ടെലഫോൺ. സോ പോസ്റ്റേജിലേക്കും ടെലഫോൺ ചാർജുമായിട്ട് എത്ര രൂപ നമുക്ക് ചിലവായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ ട്രാവലിംഗ് എക്സ്പെൻസ് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റും. ട്രാവലിംഗ്, യാത്രാ സംബന്ധമായിട്ടുള്ള ചിലവിൻ്റെ കൃത്യമായ കണക്ക് നമുക്ക് അവിടുന്ന് കിട്ടും. ഇനി നമുക്ക് ക്യാരേജ് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് എഴുതാം, ക്യാരേജ് എഴുതാം. ഇനി മറ്റു ചിലവുകൾ കൂടുതൽ റിപ്പീറ്റിംഗ് ആയിട്ട് നിരന്തരം വരുന്ന ചിലവ് നമുക്കിങ്ങനെ ഗ്രൂപ്പാക്കി വെക്കാം. ഞാൻ കോമൺലി വെക്കുന്ന ഗ്രൂപ്പാണ് പറഞ്ഞിട്ടുള്ളത്. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി കൊടുക്കാം, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം കൊടുക്കാം, ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുക്കാം. ഇനി നമുക്ക് മിസലേനിയസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡും കൂടെ കൊടുക്കാം. അതായത് ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഹെഡിലേക്ക് വരാത്ത എക്സ്പെൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, മിസലേനിയസ് എന്ന ഹെഡിലേക്ക്, പലവക ചിലവ് എന്ന് പറഞ്ഞ ഹെഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്കിതിൻ്റെ ഫോർമാറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചോളൂ. ആക്ച്വലി നമുക്ക് ഇവിടെ ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ട്, ദിസ് ഈസ് ദ ക്രെഡിറ്റ് സൈഡ്. റുപ്പീസ് കോളം കാണാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റുപ്പീസ് എമൗണ്ട് കോളത്തിലാണ്. ഇത് ഡെബിറ്റ് എമൗണ്ട് കോളമാണ്. നമുക്ക് മെയിൻ ക്യാഷ്യറെ കയ്യിൽ നിന്ന് കിട്ടുന്ന, നമ്മുടെ കയ്യിലേക്ക് റിസീവ് ചെയ്യുന്ന പെറ്റി ക്യാഷ്യർക്ക് കിട്ടുന്ന എമൗണ്ട് മാത്രമേ ഡെബിറ്റ് ഭാഗത്തുണ്ടാവുള്ളൂ. ദെൻ നേരത്തെയുള്ള ബാലൻസും അവിടെ ഉണ്ടാവും. ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി കഴിഞ്ഞ പീരീഡിൽ നമ്മുടെ കയ്യിൽ ബാക്കി വന്ന തുക അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പം ആ ബാക്കി വന്ന തുകയും പിന്നീട് നമുക്ക് മെയിൻ ക്യാഷ്യർ തരുന്ന പൈസയുമാണ് ഡെബിറ്റ് ഭാഗത്തുണ്ടാവുക. സോ ഡെബിറ്റ് ഭാഗത്ത് ഈ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ ഡേറ്റ് കോളം നമുക്കൊരു കോമൺ ഡേറ്റ് കോളമാണ് ഉണ്ടാവുക. ഡെബിറ്റും ക്രെഡിറ്റും കൂടെ പർട്ടിക്കുലേഴ്സ് കോളം. അവിടെയാണ് നമ്മൾ ചിലവുകളൊക്കെ അവിടെയാണ് എഴുതി വെക്കേണ്ടത്, കാര്യങ്ങളൊക്കെ എഴുതേണ്ടത് അവിടെയാണ്. അതും കോമൺ ആയിട്ട് ഒരു കോളേ ഉണ്ടാവുള്ളൂ. ദെൻ ക്രെഡിറ്റ് ഭാഗത്തൊരു റുപ്പീസ് ഒരു എമൗണ്ട് കോൾ ഉണ്ടാവും, ടോട്ടൽ എന്ന് വിളിക്കുക നമുക്ക്. ഇവിടെ നമ്മൾ നമ്മുടെ എല്ലാ എക്സ്പെൻസുകളെയും, നമ്മുടെ എല്ലാ ചെറിയ എക്സ്പെൻസുകളെയും ക്രെഡിറ്റ് ഭാഗത്ത് എഴുതണം. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ കാറ്റഗറിയാക്കി തിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാറ്റഗറി കൺഫ്യൂഷനൊന്നും വേണ്ട. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ഒന്ന് കൊടുക്കാം. എല്ലാ പ്രോബ്ലത്തിനകത്തും പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി ഉണ്ടാവും. പോസ്റ്റേജ് ആൻഡ് ടെലഫോൺ ഒന്ന് കൊടുക്കാം. ദെൻ ട്രാവൽ എക്സ്പെൻസ് കൊടുക്കാം, മിസല്ലേനിയസും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്രധാനമായിട്ടും 1, 2, 3, 4 കോളമേ കൊടുത്തിട്ടുള്ളൂ. 3 ഹെഡുകളും ഒരു മിസല്ലേനിയസ് കോളവും. ഹെഡിൽ വരാത്ത, നമ്മൾ പറഞ്ഞിട്ടുള്ള ഹെഡിലൊന്നും വരാത്ത എക്സ്പെൻസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ മിസല്ലേനിയസിനകത്തേക്ക് കൊണ്ടുപോകാം. നമുക്കിനി ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതാം. ആദ്യം നമ്മൾ ഇംപ്രസ്ഡ് എമൗണ്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാനിവിടെ പർട്ടിക്കുലർ കോളത്തിനകത്ത് ബാങ്ക് എന്ന് എഴുതുന്നു. ഡേറ്റ് 1/1/2020, ജനുവരി 1-ാം തീയതിയാണ് അല്ലേ. ജനുവരി 1-ാം തീയതി നമുക്ക് എമൗണ്ട് കിട്ടുന്നു. എത്രയാണ് ഇംപ്രസ്ഡ് എമൗണ്ട് വന്നിട്ടുള്ളത്? 500 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് ആദ്യം 500 എഴുതാം. കിട്ടിയ തുക നമ്മൾ എപ്പോഴും എഴുതേണ്ടത് ഡെബിറ്റ് ഭാഗത്താണ്. സോ ദാറ്റ് ഈസ് ഓൺ ദി ഡെബിറ്റ് സൈഡ്. 500 നമ്മൾ പോസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഓരോ എക്സ്പെൻസുകളായിട്ട് എടുത്ത് എഴുതാം. പെയ്ഡ് ഫോർ ക്യാരേജസ് ജാനുവരി 1-ാം തീയതി തന്നെയാണ് അല്ലേ, 1/1 തന്നെയാണ്. ക്യാരേജ് ഉണ്ട്, ക്യാരേജസ് റുപ്പീസ് 50 രൂപയാണ്. അപ്പോൾ നമ്മൾ 50 രൂപ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് ഈ സൈഡിലാണ് എഴുതേണ്ടത്. ഓക്കെ, 50 രൂപ എഴുതുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഏത് ഹെഡിലേക്ക് എടുക്കാം,
ഏത് അനാലിസിസ് ഹെഡിലേക്ക് എടുക്കാൻ നോക്കാം നമുക്ക്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി വരില്ല, ക്യാരേജ്. പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാമിൽ വരില്ല. ട്രാവൽ എക്സ്പെൻസിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ആക്ച്വലി ക്യാരേജ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ കൊണ്ടുവരുന്നതും പോകുന്നതാണ്. ഇനി നമുക്കതല്ല എങ്കിൽ ഇവിടെ കൊടുക്കാം, മിസല്ലേനിയസിനകത്തേക്ക് കൊടുക്കാം. സോ ക്യാരേജ് നമുക്കിവിടെ തൽക്കാലം മിസല്ലേനിയസിലാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹെഡിലൊന്നും വരാത്ത ഐറ്റമാണ്, നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മിസല്ലേനിയസ് എന്നുള്ള ഹെഡിലേക്ക് കൊണ്ടുപോവാം. ഓക്കെ, ദെൻ 2-ാം തീയതി STD ചാർജ് ഉണ്ട്. ഓക്കെ, 2/1 STD ചാർജ് ഉണ്ട്. STD ടെലഫോൺ എക്സ്പെൻസ് ആണല്ലോ അല്ലേ. STD ചാർജ് എത്ര രൂപയാണ് STD ചാർജ് വരുന്നത്? 40 രൂപയാണ്. സോ 40 നമ്മളിവിടെ എഴുതി, എക്സ്പെൻസ് എഴുതി. നമുക്കത് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി പോവില്ല. പോസ്റ്റേജ് ആൻഡ് ടെലഫോൺ, യെസ്, പോസ്റ്റേജ് ആൻഡ് ടെലഫോൺ എക്സ്പെൻസ് ആണല്ലോ അല്ലേ STD ചാർജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ട് പോസ്റ്റേജ് ആൻഡ് ടെലഫോണിലേക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. ഓക്കെ, നൗ 3-ാം തീയതി DTP ചാർജ് ഉണ്ട്. 3/1 DTP ചാർജ്, ഡെസ്ക്ടോപ്പ് പ്രിൻറ്റിംഗ് ആണ് അല്ലേ. DTP ചാർജ് പ്രിൻറ്റിംഗ് എക്സ്പെൻസ് ആണ്. 30 രൂപയുണ്ട്. സോ 30 രൂപ നമ്മൾ ക്രെഡിറ്റ് കോളത്തിൽ എഴുതി, പേയ്മെൻറ്റ് ആയതുകൊണ്ട് ക്രെഡിറ്റ് ഭാഗത്ത് എഴുതി. DTP ചാർജ് എവിടേക്കാണ് പോവുക? പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി. പ്രിൻറ്റിംഗ് അവിടെ വരുന്നുണ്ട്. സോ 30 രൂപ നമ്മളിവിടെ പ്രിൻറ്റിംഗ് കോളത്തിനകത്തേക്ക് എഴുതി. ഓക്കെ, അടുത്തത് എന്താണ്? 4-ാം തീയതി പ്രിൻറ്റിംഗ് എക്സ്പെൻസ് 50 രൂപ. 4/1 പ്രിൻറ്റിംഗ് എക്സ്പെൻസ് 50 രൂപയാണ് പ്രിൻറ്റിംഗ് എക്സ്പെൻസ് വരുന്നത്. സോ 50 രൂപ നമ്മൾ ക്രെഡിറ്റ് ഭാഗത്ത് എഴുതി. നേരെ ഏത് കോളത്തിലേക്കാണ് പോകേണ്ടത്? പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി. 50 രൂപ നമുക്ക് അവിടെ തന്നെ കാണിക്കാം, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയിലേക്ക് തന്നെ കാണിക്കാം. ഓക്കെ, 50 രൂപ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി. സോ നെക്സ്റ്റ് വൺ, 5-ാം തീയതി പോസ്റ്റേജ് വന്നിട്ടുണ്ട്. പോസ്റ്റേജ് 44 രൂപ അല്ലേ. 5-ാം തീയതി പോസ്റ്റേജ് 44 രൂപ. സോ പോസ്റ്റേജ് നമ്മൾ എഴുതി 44 റുപ്പീസ് ആണ് വരുന്നത്. സോ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഉണ്ട്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 44 എവിടേക്കാണ് പോവുക? പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാമിലേക്ക് പോവും. പോസ്റ്റേജ് ആൻഡ് ടെലഫോണാണ്, ടെലഫോണിനകത്തേക്ക് പോവും. ഓക്കെ, 7-ാം തീയതി പെൻസിൽ വാങ്ങുന്നു. 7-ാം തീയതി പെൻസിൽ എന്നിവ പർച്ചേസ് ചെയ്യുന്നു. സോ പെന്നും പെൻസിലൊക്കെ ഏത് ഹെഡിലാണ് വരിക നോക്കാം നമുക്ക്. ഹെറിറ്റീസ് 30 റുപ്പീസിലെ പേയ്മെൻറ്റ് ഭാഗത്ത് നമ്മൾ 30 രൂപ എഴുതി. പെന്നും പെൻസിലും ഒക്കെ വരുന്നത് സ്റ്റേഷനറി എന്ന ഹെഡിലാണ് അല്ലേ. സ്റ്റേഷനറി ആണ്. സോ ഇറ്റ് ഈസ് അണ്ടർ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി പോവും. 1-ാമത്തെ ഹെഡ് പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആണ്. 2-ാമത്തത് പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം ആണ്. 3-ാമത്തത് ട്രാവലും. 4-ാമത്തത് മിസല്ലേനിയസും ആണ്. ദെൻ പെൻസിൽ നമ്മൾ നോട്ട് ചെയ്തു, 30 രൂപയാണ് വരുന്നത്. അടുത്തത് ടാക്സി ഫെയർ ആണ്, 75 രൂപ. 8-ാം തീയതിയാണ് അല്ലേ. 8-ാം തീയതി ടാക്സി ഫെയർ വന്നിട്ടുണ്ട്. എത്രയാണ് എമൗണ്ട്? 75 റുപ്പീസ് ആണ്. 75 ആണ്. സോ ടാക്സി ഫെയർ എവിടെയാണ് വരിക? ട്രാവലിംഗ് എക്സ്പെൻസിനകത്താണ് വരിക അല്ലേ. ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ടാണ്, യാത്രാ ചിലവാണ്. നമ്മൾ ആ ഒരു അനാലിസിസ് കോളത്തിനകത്തേക്ക് അതിനെ കൊണ്ടുപോയി. ദെൻ അടുത്തത് 9-ാം തീയതി ടിപ്സ് ടു പ്യൂണാണ്. പ്യൂണിന് നമ്മൾ ടിപ്പ് കൊടുത്തു. ടിപ്സ് ടു പ്യൂണാണ്. എത്രയാണ് രൂപ വന്നിട്ടുള്ളത്? 30 രൂപയാണ് പ്യൂണിന് ടിപ്പ് കൊടുത്തത്. സോ ടിപ്പ് എന്നുള്ള കാര്യം നമുക്ക് പ്രിൻറ്റിങ്ങിനകത്തോ പോസ്റ്റേജിനകത്തോ ട്രാവലിങ്ങിനകത്തോ കൊടുക്കാൻ പറ്റില്ല. സോ നമുക്കതിനെ മിസല്ലേനിയസിനകത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ. മിസല്ലേനിയസ് എന്നുള്ള ഹെഡിലേക്ക് കൊണ്ടുപോകാം. 10-ാം തീയതി ചാരിറ്റി കൊടുത്തിട്ടുണ്ട്. ചാരിറ്റി കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 10 റുപ്പീസ്, 10 രൂപയാണ്. സോ ചാരിറ്റി നമുക്ക് എന്ത് ചെയ്യാം? മിസല്ലേനിയസിനകത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇവിടെ നമുക്ക് ക്യാരേജ് നമ്മൾ മിസല്ലേനിയസിനകത്ത് എടുത്തിട്ടുള്ളത് ട്രാവലിങ്ങിൽ കൊടുത്താലും പ്രശ്നമില്ല. ഓക്കെ, എനിവേ നമുക്കിനി ഇത് ബാലൻസ് ചെയ്യണം. ഇപ്പോൾ അനാലിസിസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി കോളം കൊടുക്കാം, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം കൊടുക്കാം, ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുക്കാം, മിസല്ലേനിയസ് എന്ന് പറഞ്ഞൊരു കോളം കൂടി നമ്മൾ കൊടുക്കുക. അവിടെ നമ്മൾ ഈ പറഞ്ഞ ഹെഡൊന്നും വരാത്ത എല്ലാ എക്സ്പെൻസും നമുക്ക് എവിടെ എഴുതാം? മിസല്ലേനിയസ് എന്നുള്ള ഹെഡിലേക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിതിനെ ടോട്ടൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എത്രയാണ് ടോട്ടൽ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് നോക്കാം. അതേസമയം നമ്മൾ ഓരോ കോളവും എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. അപ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ 50, 30, 80, 90 രൂപയുണ്ട് അല്ലേ. 90 രൂപയുണ്ട്. ഓക്കെ,
ദെൻ ട്രാവൽ എക്സ്പെൻസ് 75 വന്നിട്ടുണ്ട്. ഇവിടെ 84 രൂപ വന്നിട്ടുണ്ട്. പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം ഇവിടെ 5 80 80 30 110 രൂപ. 110 രൂപ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിയും വന്നിട്ടുണ്ട്. സോ നമ്മൾ പെട്ടെന്ന് പെറ്റി ക്യാഷ് ബുക്ക് നോക്കുമ്പോൾ പ്രിൻറ്റിങ്ങിലേക്ക് എത്ര ചിലവായിട്ടുണ്ട്, പോസ്റ്റേജ് എത്രയായിട്ടുണ്ട്, ട്രാവൽ എത്രയായിട്ടുണ്ടെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മളൊരു അനാലിസിസ് കോളം ഇപ്പുറത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിനി ടോട്ടൽ എക്സ്പെൻസ് കൂട്ടി നോക്കാം എത്രയാണെന്നുള്ളത്. ടോട്ടൽ എക്സ്പെൻസ് 50 + 40 + 30 + 50 + 44 + 30 + 75 + 30 + 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 359 രൂപ. 359 രൂപ. ഓക്കെ, നമ്മൾ ഇത് ഇങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാലും, അതായത് നമ്മുടെ ഈ അനാലിസിസ് കോളത്തിൻ്റെ ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാലും 359 തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, നൗ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വരച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിനെ ബാലൻസ് ചെയ്യാണ് വേണ്ടത്. ഈ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. 359 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. ഡെബിറ്റ് ഭാഗത്ത് നമുക്ക് ഒറ്റ എമൗണ്ട് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് 500 അല്ലേ. ആ വലിയ എമൗണ്ടിന്, അതായത് ഡെബിറ്റ് ഭാഗം തന്നെയാണ് എപ്പോഴും വലുത്. നമ്മൾ താഴേക്ക് എടുത്തിരുന്നു 500, ഞാനതിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നു 500. 359 മൈനസ് ചെയ്യുക. 500 നമുക്ക് 359 ചിലവ് മൈനസ് ചെയ്യാം. സോ ബാലൻസിങ് ഫിഗർ 141. ദിസ് ഈസ് കോൾഡ് ബാലൻസ് ക്യാരി ഡൗൺ. 141 രൂപ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് വരും. ഇനി നമ്മൾ അടുത്ത പീരീഡിലേക്ക് എന്ത് ചെയ്യും, ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് താഴേക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ഭാഗത്ത് എന്ത് ചെയ്യാം, ആ എമൗണ്ട് എഴുതി വെക്കാം, 141 രൂപ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്. നമുക്ക് തന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. പേയ്മെൻറ്റ് സൈഡിലേക്ക് എഴുതുന്നു, അതിനെ ഓരോ കോളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അനാലിസിസ് കോളത്തിലേക്ക് മാറ്റുന്നു, ബാലൻസ് ചെയ്യുന്നു. നോർമൽ ലെഡ്ജർ ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ ബാലൻസ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് ദാറ്റ് പെറ്റി ക്യാഷ് ബുക്ക്. അപ്പോൾ പെറ്റി ക്യാഷ് ബുക്കിൻ്റെ പ്രിപ്പറേഷൻ എന്താണെന്നുള്ളതും പെറ്റി ക്യാഷ് ബുക്ക് എന്താണെന്നുള്ളതും ഇംപ്രസ്ഡ് സിസ്റ്റം എന്താണെന്നുള്ളതും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം.